അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഹാജിമാരെ, ഹജ്ജിന്റെ അകപ്പൊരുളുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ഇത്. ഇതിൽ ഒരു സംഭവം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് നമ്മുടെ ഹജ്ജ് വളരെ മനോഹരമാക്കാൻ പറ്റിയ നിരവധി കാര്യങ്ങൾ അടങ്ങിയ ഒരു ചെറിയ സംഭവം. ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ ശിബിലി റഹിമഹുല്ല അവരുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹജ്ജ് യാത്രയിൽ എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഉപദേശങ്ങൾ എനിക്ക് തരണം. എനിക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. രണ്ട് കാര്യം, എനിക്ക് ഈ യാത്രയിൽ ഉപകാരപ്പെടുന്ന ചില ഉപദേശങ്ങൾ നൽകണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അബൂബക്കറിന് ശിബിലി റളിയല്ലാഹുവിന് പറഞ്ഞു. 5 ഉപദേശങ്ങൾ അവർ കൊടുക്കുകയാണ് അബൂബക്കറിന് ശിബിലി റളിയല്ലാഹുവിന്. ശിബിലി അവർകൾ 5 ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഒരു ദുആ ചെയ്യുന്നു. എന്താണ് കൊടുത്ത 5 ഉപദേശങ്ങൾ? 1, മോനെ, നിനക്ക് ഹജ്ജ് യാത്രയിൽ ഒരുപാട് കൂട്ടുകാരുണ്ടാവും. പക്ഷെ നിന്റെ യഥാർത്ഥ കൂട്ടുകാർ നിന്റെ മലായിക്കത്തുകളെ ആക്കുക. മലക്കുകളെ യഥാർത്ഥ കൂട്ടുകാരാക്കിക്കൊണ്ട് നീ ഹജ്ജ് ചെയ്യുക. 2, യാത്രയിൽ നിനക്ക് നേരം പോക്കിന് വേണ്ടി പല കാര്യങ്ങളുണ്ടാകും. ഈ കാലത്ത് ഫോൺ ഉണ്ടാവും, ആ കാലത്ത് അതിനോട് യോജിച്ച പലതുണ്ടാവും. എന്നാൽ നിനക്ക് നേരം പോക്കാകേണ്ടത് ഖുർആൻ മാത്രമായിരിക്കണം. ഖുർആൻ കൊണ്ട് നിന്റെ ഹജ്ജിന്റെ നേരങ്ങൾ മൊത്തം നീ ഉപയോഗപ്പെടുത്തണം. 3, നിനക്ക് യാത്രയിൽ ഭക്ഷണം ഉണ്ടാകും. നമുക്കൊക്കെ യാത്രയിൽ കഴിക്കാൻ ഇടയ്ക്ക് ഭക്ഷണം ഉണ്ടാകും. നമ്മൾ ഭക്ഷണം വാങ്ങും, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. യഥാർത്ഥത്തിലുള്ള ഭക്ഷണം യഖീനാക്കി മാറ്റണം. അള്ളാഹുവിലുള്ള പരിപൂർണമായ ഉറപ്പ്. ആര് വന്ന് സംശയിച്ചാലും ഇളകിയാലും ഇളകാത്ത അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം, എൻ്റെ റബ്ബ് എനിക്ക് എല്ലാത്തിനും മതി എന്ന ആ ഒരു തവക്കുലിൻ്റെ യഖീനിൻ്റെ വിശ്വാസം, അത് നിനക്കുണ്ടായിരിക്കണം. 4, നിന്റെ ലക്ഷ്യം അല്ലാഹ് എന്നത് മാത്രമായിരിക്കണം. 5, നീ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുമ്പോൾ, നിന്റെ ശരീരം കൊണ്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ, നിന്റെ ഖൽബ് കൊണ്ടും നിന്റെ ആത്മാവ് കൊണ്ടും നീ ആയിരിക്കണം നീ തവാഫ് ചെയ്യേണ്ടത്. ശരീരം കൊണ്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ വെറും ശരീരം കൊണ്ടല്ല, നിന്റെ ഖൽബ് കൊണ്ടും ആത്മാവ് കൊണ്ടുമായിരിക്കണം നീ തവാഫ് ചെയ്യേണ്ടത്. ഏതിനെ? ഈ കഅബയല്ല. ശരീരം കൊണ്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ നിന്റെ ഖൽബ് കൊണ്ടും ആത്മാവ് കൊണ്ടും അള്ളാഹുവിൻ്റെ അർശിനെ തവാഫ് ചെയ്യണം. 5 ഉപദേശങ്ങൾ കൊടുത്തിട്ട് ദുആ ചെയ്ത് കൊടുക്കുന്നു. സവ്വദക്കല്ലാഹു തഖ്വ, അള്ളാഹു നിനക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ. അദ്ദേഹം ഹജ്ജിന് പോയി. ഹജ്ജ് കഴിഞ്ഞു അദ്ദേഹം തിരിച്ച് ശിബിലി അവരുടെ അടുക്കൽ വന്നു. അവരുടെ ബറക്കത്തെടുക്കാനും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനൊക്കെ വേണ്ടി വന്നു. അപ്പോ ഇദ്ദേഹത്തോട് ശിബിലി ചോദിച്ചു, നീ ഇഹ്റാം ചെയ്ത ഘട്ടത്തിൽ എന്താണ് കരുതിയത്? ഇഹ്റാം ചെയ്യുമ്പോൾ ഇഹ്റാമിന്റെ നിയ്യത്തുണ്ട്, അതോടൊപ്പം ഇഹ്റാമിന്റെ അമലുകളുടെ കൂട്ടത്തിൽ നീ എന്താണ് പ്രത്യേകമായി കരുതിയത്? അയാൾ പറഞ്ഞു, പിന്നെ എല്ലാവരും ഇഹ്റാം ചെയ്തതുപോലെ ഞാനും ഇഹ്റാം ചെയ്തു, പ്രത്യേകമായിട്ട് ഞാനൊന്നും കരുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ, നിന്റെ സാധാരണ വസ്ത്രം മാറ്റിയിട്ട് നീ ഇഹ്റാമിന്റെ വസ്ത്രം മാറ്റിയപ്പോ അള്ളാഹുവിനോട് എതിര് ചെയ്യുന്ന, അള്ളാഹുവിനിക്ക് തെറ്റ് ചെയ്യുന്ന നിന്റെ ഈ സ്വഭാവം മാറ്റിയിട്ട് അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യുന്ന സ്വഭാവം ഉണ്ടാക്കണം എന്ന് നീ മനസ്സുകൊണ്ട് കരുതിയില്ലേ? അതുപോലെ തന്നെ ദുനിയാവിന്റെ വസ്ത്രം ഊരി ആഖിറത്തിന്റെ വസ്ത്രം ധരിക്കുകയാണ്. ഒരു മയ്യത്ത് മരിച്ചാൽ അയാളുടെ സാധാരണ വസ്ത്രം മാറ്റി പുതിയ കഫംപുടവ വെക്കുമ്പോൾ ആഖിറത്തിലേക്കുള്ള വസ്ത്രമാണല്ലോ ധരിക്കുന്നത്. അതൊന്നും നീ മനസ്സിൽ കരുതിയില്ലേ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ കരുതിയിട്ടില്ല. ഇമാം ശിബിലി റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ നീ ഇഹ്റാം ചെയ്തിട്ടില്ല. ഫമാ അഹ്റംത, നീ ഇഹ്റാം ചെയ്തിട്ടില്ല. ഇമാം ശിബിലി തങ്ങൾ ചോദിച്ചു, മോനെ, നീ തവാഫ് ചെയ്തപ്പോ നിന്റെ ശരീരം കൊണ്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ നിന്റെ ആത്മാവ് കൊണ്ട് അള്ളാഹുവിൻ്റെ അർശിനെ തവാഫ് ചെയ്യുകയാണ് എന്ന് നീ കരുതിയോ? അർശിനെ തവാഫ് ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ പാപമോചനം തേടുന്നു എന്ന് നീ മനസ്സിൽ കരുതിയോ? ഇയാൾ പറഞ്ഞു, ഇല്ല. ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ തവാഫ് ചെയ്തിട്ടില്ല. ഇമാം ശിബിലി പിന്നെയും ചോദിച്ചു, നീ തവാഫ് ചെയ്യുമ്പോൾ ഹജറുൽ അസ്വദിന്റെ നേരെ കൈ കൊണ്ട് ഇങ്ങനെ ഇഷാറത്താക്കുമല്ലോ, ആംഗ്യം കാണിക്കുമല്ലോ,
അങ്ങനെ ആംഗ്യം കാണിച്ചപ്പോൾ അള്ളാഹുവിനോട് ഒരു പുതിയ കരാറ് വെക്കുകയാണ്. ഇനി ഒരിക്കലും പടച്ചവനെ നിന്നോട് ഞാൻ തെറ്റ് ചെയ്യൂല എന്നൊരു കരാറ് വെക്കുകയാണ് എന്ന് നീ കരുതിയിരുന്നു ആ സമയത്ത്? അയാൾ പറഞ്ഞു, ഇല്ല. എന്നാൽ ഫമസ്തലം ത, നീ ഹജറുൽ അസ്വദിന്റെ നേരെ ആംഗ്യം കാണിച്ചിട്ടില്ല. ഇമാം ഷിബിലി റളിയല്ലാഹു ചോദിച്ചു, മോനെ, സഫാ മർവക്കിടയിൽ നീ സഅയ് ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുമ്പോൾ നാളെ ഖിയാമത്ത് നാളിൽ ആളുകൾ ഓരോ സൊഫുകളായി നിൽക്കുമ്പോൾ അതിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പില്ലാതെ, വസ്ത്രമില്ലാതെ, പാതനായിക്കൊണ്ട് ചെരുപ്പില്ലാതെ നടക്കുന്ന ആ ഒരു നടത്തം നീ മനസ്സിൽ കൊണ്ടുവന്നിരുന്നുവോ? ആ സമയത്ത് നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിച്ച് നീ നടക്കുന്ന ആ ഒരു നടത്തം ഈ സഫാ മർവക്കിടയിൽ സഹി ചെയ്തപ്പോൾ നീ നിന്റെ മനസ്സിൽ കൊണ്ടുവന്നിരുന്നോ? അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ അതും കൊണ്ടുവന്നിട്ടില്ല. ഇമാം ഷിബിലി തങ്ങൾ പറഞ്ഞു, ഫമാ സഅയ്ത, നീ സഅയും ചെയ്തിട്ടില്ല. ഇമാം ഷിബിലി തങ്ങൾ ചോദിച്ചു, മോനെ, നീ അറവ് നടത്തിയ സന്ദർഭത്തിൽ നിന്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചീത്ത മോഹങ്ങൾ ഉണ്ടാക്കുന്ന ഇബിലീസിനെ അറുക്കുകയാണ് എന്ന് നീ കരുതിയിരുന്നോ? ഇനി ഒരിക്കലും ഇബിലീസിനെ ഞാൻ ഇത് അറുത്തു കൊല്ലുകയാണ്, ഒരിക്കലും ഇവന് ഇനി ഞാൻ വഴിപ്പെടൂല എന്ന് നീ കരുതിയിരുന്നു? ഇല്ല. എന്നാ ഫമാനഹർത്ത, നീ അറുത്തിട്ടില്ല. മോനെ, ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുന്നതിന്റെ ഭാഗമായിട്ട് നീ അവസാന സമയത്ത് നിന്റെ തലമുടി കളഞ്ഞില്ലേ? ആ കളഞ്ഞപ്പോൾ ആ തലമുടി കളയുന്ന ആ ബാർബർ നിന്റെ തലയിൽ നിന്ന് മുടി മുഴുവനും വടിച്ചെടുത്ത് നിന്റെ മുന്നിലേക്ക്, നിന്റെ മടിയിലേക്കും നിലത്തേക്കും ആ മുടി ഇങ്ങനെ ഒരുമിച്ച് കൂടി നിന്നപ്പോൾ, ഞാൻ ചെയ്ത വലുതും ചെറുതുമായ പാപങ്ങളാണ്, ദോഷങ്ങളാണിത്, ഞാനിതാ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇനി ഈ മുടികൾ എൻ്റെ തലയിലേക്ക് ഒരിക്കലും മടങ്ങൂല. അത് മടങ്ങാത്തതുപോലെ ഇനി ഒരിക്കലും ഞാൻ ചെയ്ത ഈ തെറ്റിലേക്ക് ഞാൻ ഇനി മടങ്ങൂല എന്ന് നീ മനസ്സിൽ കരുതിയിരുന്നുവോ? അയാൾ പറഞ്ഞു, ഇല്ല. അപ്പോൾ ഇമാം ഷിബിലി തങ്ങൾ പറഞ്ഞു, ഫമാ ഹലഖത, നീ മുടി കളഞ്ഞിട്ടില്ല. അവസാന ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി തങ്ങൾ ചോദിച്ചു, മോനെ, നീ ജംറയിലെറിഞ്ഞ സന്ദർഭത്തിൽ നിന്റെ കൽബിലുള്ള എല്ലാ ചീത്ത മോഹങ്ങളെയും ഞാനിതാ എറിയുകയാണ്, എന്നിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന് നീ കരുതിയിട്ടാണോ കല്ലെറിഞ്ഞത്? ആള് പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും കരുതിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷിബിലി തങ്ങൾ പറഞ്ഞു, ഫമാ റമൈത, എന്നാ നീ ഏറും നടത്തിയിട്ടില്ല. യാ ഹാദ, ഓ മനുഷ്യ, ഇർജ്, ഇനിയും നീ പോ, പരിശുദ്ധ മക്കയിലേക്ക് അടുത്ത വർഷം പോ, എന്നിട്ട് നീ ഹജ്ജ് ചെയ്യ്. ഫഇന്നക ലം തഹജ്ജ, നീ ഹജ്ജ് ചെയ്തിട്ടില്ല. ഇമാം ഷിബിലി തങ്ങൾ പറയാൻ, ഹജ്ജ് സ്വഹീഹായിട്ടില്ല എന്നല്ല ഇതിൻ്റെ ഒന്നും അർത്ഥം. ഹജ്ജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആത്മീയമായ വലിയ നേട്ടമുണ്ട്. പ്രസവിച്ച കുഞ്ഞിനെ പോലെ ശുദ്ധമാകുന്ന മനസ്സ്, അതിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരണമെന്നാണ് ഇമാം ഷിബിലി തങ്ങൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു ഈ രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ ഈ വർഷത്തെ ഹാജിമാർക്ക് മുഴുവനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.